സൂരജ് ഈ അവാർഡ് കിട്ടിയതെന്ന് പറഞ്ഞപ്പോൾ എന്നെ നോക്കിയൊരു ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അപകടം സംഭവിച്ചാണ് ഇത്. വീണ്ടും ഒരു അപകടം ഇപ്പം അല്ല, സംഭവിച്ചു. എനിക്കൊരു പുതിയ അറിവാണ് അതുകൊണ്ടാണ്. ഇപ്പോൾ ഒരു അപകടം സംഭവിക്കുകയാണ്. ഇപ്പം ജഗന്നാഥൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, സംഗീതം ഒരു എന്താ പറയുക, അറിയും തോറും അകലം കൂടുന്നൊരു മഹാസാഗരമാണ്. അപ്പോൾ നമുക്കിന്ന് ആ സാഗരത്തിലേക്കൊന്ന്, ഈ തീരത്ത് ഒരു സാഗരത്തിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുകയാണ്. പ്രത്യേകിച്ചും കോഴിക്കോടിൻ്റെ ഒരു തീരം. ഇവിടെ സംഗീതത്തിന് ഒരുപാട് അടയാളപ്പെടുത്തലുകൾ നേരത്തെ നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ബാബുരാജിൻ്റെയൊക്കെ ഒരു കാലം. ഇന്നലെ നിങ്ങൾ ബാബുരാജിൻ്റെ പാട്ടുകൾ പാടിയപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ബാബുരാജിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ബാബുക്കയെ സംബന്ധിച്ച് സംഗീതം ഒരു പ്രതിരോധമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നുള്ള ജീവിതത്തിൻ്റെ മുന്നോട്ട് പോക്കിനൊക്കെ നയിച്ചത് സംഗീതമാണ്. ആ സംഗീതത്തോടുള്ള ഇഷ്ടമായിരുന്നു. അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യുന്നതും ഈ ഒരു പ്രതിരോധമാവുമ്പോഴാണ്. സംഗീതം എങ്ങനെ പ്രതിരോധമാവുന്നു, എത്തരത്തിൽ നമ്മൾ പ്രതിരോധിക്കേണ്ടിയിരിക്കുന്നു, ഏതൊക്കെ രീതിയിൽ സംഗീതത്തെ ഉപയോഗിച്ച് നമുക്ക് പ്രതിരോധിക്കാം എന്നുള്ളത്. അപ്പം ഞാൻ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ഇൻഫോർമലായിട്ട് സീരിയസ് അല്ലാത്ത രീതിയിൽ ചർച്ച പോകുന്നതായിരിക്കും. അപ്പം സൂരജ് നേരത്തെ ഇവിടെ ആളുകൾക്ക് പറഞ്ഞ് ഒരു എന്താ പറയുക, ഔപചാരികതയുടെ ഭാഗമല്ലാതെ തന്നെ തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സൂരജിനോട് ഒറ്റ വാക്കിൽ ചോദിച്ചാൽ, സൂരജ് ആസ് എ മ്യൂസീഷ്യൻ എങ്ങനെ സംഗീതത്തെയും വ്യക്തി എന്ന നിലയിലും ജീവിതം എന്ന രീതിയിലും അതിനെങ്ങനെയാണ് ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഇതിനെ കാണുന്നത്? വെരി ട്രിക്കി ക്വസ്റ്റ്യൻ. ആദ്യമേ തന്നെ ഈ സെഷൻ കാണാൻ വന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എനിക്കങ്ങനെ ഒരു രണ്ട് ഐഡൻറ്റിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എന്തൊക്കെയാണോ ചിന്തിക്കുന്നത്, പ്രീച്ച് ചെയ്യുന്നത്, പ്രാക്ടീസ് ചെയ്യുന്നത്, അതൊക്കെ തന്നെ ഒരു കലാകാരൻ എന്ന നിലയിലും എൻ്റെ ആർട്ടിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതൊരു രണ്ട് അപ്പോൾ അതൊരു ഗ്രേ ഏരിയ ക്വസ്റ്റ്യനും കൂടിയാണ്. പലരും പല രീതിയിൽ അതിനെ കാണാം. ചിലർക്കത് രണ്ടായിട്ട് കാണാം. പക്ഷേ ഞാൻ അങ്ങനെയല്ല കാണുന്നത്. എനിക്ക് കലാകാരൻ എന്ന രീതിയിലുള്ള അസ്തിത്വം മാറ്റി വെച്ചുകൊണ്ട് ഒരു വ്യക്തി എന്നൊരു അസ്തിത്വമില്ല. രണ്ടും ഒന്ന് തന്നെയാണെന്നാണ്, അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പം സൂരജിൻ്റെ ഒരു മ്യൂസിക് കരിയർ എടുത്താൽ, ഇപ്പം ഞാനൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് സൂരജിൻ്റെ മ്യൂസിക് മോജോയിലെ പാട്ടുകളൊക്കെയാണ്, കവർ വേർഷൻസ് ആണ്. അപ്പം അതിൽ ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം എന്ന് പാടിയിട്ടാണ് സൂരജ് തുടങ്ങുന്നത്. പക്ഷെ സൂരജ് അത് തിരുത്തുന്നുണ്ട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം. അതെ, ആലായാൽ തറ വേണോ, അടുത്തൊരമ്പലം വേണോ, ആലിനു ചേർന്നൊരു കുളവും വേണോ, കുളിപ്പാനായി കുളം വേണോ, കുളത്തിൽ ചെന്താമര വേണോ, കുളിച്ചാൽ പിന്നകം പുറം ചിന്തകൾ വേണോ, ആലായാൽ തറ വേണോ, അടുത്തൊരമ്പലം വേണോ, ആലിനു ചേർന്നൊരു കുളവും വേണോ എന്നാണ് ഇതിൻ്റെ തിരുത്തെഴുത്ത് പോകുന്നത്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജീവിതത്തെയും സംഗീതത്തെയും രണ്ടായി കാണാത്ത ഒരവസ്ഥയിലേക്ക് താങ്കൾ എത്തുമ്പോൾ താങ്കൾക്ക് വന്ന ഒരു റിയലൈസേഷനാണ്. സ്വാഭാവികമായും സ്വയം നവീകരിക്കുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും ഒരു കടമയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്വയം ഞാൻ തന്നെ പുതുക്കുന്നതിൻ്റെ ഭാഗമായി ഉണ്ടായി ഒരു മൊമെൻറ്റിലാണത് സംഭവിക്കുന്നതും. ഈ പറഞ്ഞ പോലെ അലാൽ തറ വേണം ഏതൊരു മലയാളിയെയും പോലെ നമ്മളെല്ലാ മലയാളികളും കേട്ട് പാടി വളർന്നു വന്നൊരു പാട്ടാണ്. എനിക്കൊന്നും ഇവിടെ നിന്ന് എല്ലാവർക്കും ആ പാട്ടറിയാം, അല്ലേ? എല്ലാവർക്കും ആ പാട്ടറിയാം. അപ്പോൾ സ്വാഭാവികമായും ഞാനും പാടിയിട്ടുണ്ട് ആ പാട്ട് ഒരുപാട്. പക്ഷേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ ഒക്കെ തന്നെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു സിവിക് സെൻസുള്ള ഒരു പൗരൻ എന്ന നിലയിലും നമ്മുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കേണ്ടതുണ്ട്. ഒരു കലാകാരനാകുമ്പോൾ അത് പ്രതിഫലിക്കേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഞാൻ ഭയങ്കരമായി ആദർശങ്ങളും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സും ഒക്കെ അരച്ച് കലക്കി കുടിച്ച് പഠിച്ച് വന്നൊരു അങ്ങനെ ഒരാളൊന്നും അല്ല ഞാൻ. ആസ് എൻ ഓവർ ദ ഇയേഴ്സ്, ലൈക്ക് എൻ്റെ ജേണിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് കുറേയൊക്കെ കാര്യങ്ങൾ. അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ മനസ്സിലാക്കലുകൾ, തിരുത്തലുകൾ, വീണ്ടും റീലേൺ ചെയ്യുക എന്നുള്ള പല കാര്യങ്ങൾ നമ്മൾ മരണം വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരുന്നൊരു പ്രോസസ്സാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CAA സമരത്തിൻ്റെ ഭാഗമായി തൃശ്ശൂർ നടന്ന ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു, പാട്ട് സമരം എന്ന് പറഞ്ഞിട്ട്.
പാട്ട് സമരത്തിൽ ഈ ആലായൽ തറ വേണം പാടിയപ്പോൾ ഇത് വേണ്ട എന്ന് തന്നെ തിരുത്തിയ ഒരു കൂട്ടരോട് ഉണ്ടായിരുന്നു. ആ മൊമെൻറ്റ് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിരുന്നു എനിക്ക്. ആസ് ഇൻ ഞാൻ ഭയങ്കര പുരോഗമനം പറയുന്ന ആളാണെന്നൊക്കെ ധരിച്ചിരുന്ന ഒരാൾ ഇത് ഞാൻ ഇത്രയും കാലം പാടിയ പാട്ടിൽ ഉള്ള പ്രശ്നങ്ങൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയി എന്ന് പറയുന്നത് എന്നെ ഭയങ്കരമായിട്ടത് ബാധിച്ചു. ഇൻ എ പോസിറ്റീവ് വേ. ലൈക്ക് എന്നെ ഞാൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു കുറേ കാലത്തോളം. ആസ് ഇൻ ഇത് ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നതിലൊക്കെ ഉപരി ഒരു ഭയങ്കരമായ ഒരു 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 എന്തോ ഒരു ഫീലിംഗ് മനസ്സിലുള്ളിൽ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗം ഞാൻ ഇതിനെ റിസർച്ച് ചെയ്തു. ഇതെന്താണ് പരിപാടി, ഇത് ആരെഴുതിയതാണ്, ഇതെവിടെ നിന്നാണ് എൻ്റെ ഉൽപ്പത്തി, ഇതൊരു നാടൻ പാട്ടാണോ, ഇതെങ്ങനെയാണിത് വന്നത്. ആസ് എൻ ഐ ഹാവ് ഡൺ ഇനഫ് റിസർച്ച് ഓൺ ഇറ്റ്. ലൈക്ക് കുറേ മാസങ്ങളോളം ഇതിനെപ്പറ്റി പഠിച്ചു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്തുള്ള നമ്മുടെ ഇന്നത്തെ ഒരു സമൂഹത്തിന് ചേർന്ന പല ചിന്തകളും അല്ല ഈ പാട്ടിലുള്ളത്. നമ്മൾ പല പറയും ഒളിച്ച് കടത്തലെന്നൊക്കെ പറയും. ഇത് ഒളിച്ചൊന്നുമല്ല, തെളിഞ്ഞ് തന്നെ കിടപ്പുണ്ട്. ഒരു സംശയം. ഇത് എൻ്റെ രണ്ടാമത്തെ വരി എന്താണെന്ന് പാടുക പഴയ പാട്ടിൽ നിന്ന്. പൂമാനിനി മാർഗളായാൽ അടക്കം 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 വേണ്ട അല്ലേ? ഞാനല്ല പറയുന്നത്, ഇവരാണ് പറയുന്നത്. സോ ഞാനും പറഞ്ഞിട്ടുണ്ട്. സോ അപ്പം അങ്ങനെ അതിന് ഇതൊരു കാര്യം മാത്രം. ഇതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പല കാര്യങ്ങളെയും നോർമലൈസ് ചെയ്യുന്നുണ്ട്. അതൊന്നും ഇന്നത്തെ ഒരു സമൂഹത്തിന് ചേർന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും ശ്രുതി ശരണ്യവും ചേർന്നിട്ട് തിരുത്തി എഴുതുന്നത്. അങ്ങനെ അത് സംഭവിക്കുന്നത്. ബേസിക്കലി എനിക്ക് എന്നോട് തന്നെ നീതി പുലർത്തേണ്ട അതിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അത് തിരുത്തി എഴുതുന്നത്. ഇന്നലെ ഇവിടെ ഇതേ വേദി തന്നെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഒരു സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തോട് ഒരു ചോദ്യം ഓഡിയൻസിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. അതായത് താങ്കൾ എടുത്ത സിനിമ അതിലെന്തെങ്കിലും ഒരു റിഗ്രറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അത് വേറെ രീതിയിൽ എടുക്കാമായിരുന്നോ, അതിങ്ങനെയൊക്കെ ആവാമായിരുന്നോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു സാധനമുണ്ട്, എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അവനവനോട് സത്യസന്ധനായിരിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരൻ ചെയ്യേണ്ട ഏറ്റവും ആദ്യത്തെ ഘടകം. അവനിഷ്ടമുള്ളത് അവനോട് സത്യസന്ധമായി പെരുമാറുന്ന വിഷയങ്ങളെടുത്ത് സിനിമ ചെയ്യുക. അതിനപ്പുറം വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വേറെ റിഗ്രറ്റ് വരുന്ന കാര്യമില്ല എന്ന് പറയുന്നത്. അയ്യോ, സത്യസന്ധമായി കള്ളം പറയുന്നവരാണ് നമ്മളെല്ലാം, മലയാളികൾ പ്രത്യേകിച്ച്. അതെ, ഭയങ്കര ഈ ഞാൻ പറയുന്നത്, ഞാൻ ഈ ആലൽത്തറ വേണം എന്ന് തന്നെയാണ് ഉത്തരത്തിലേക്ക് വരാം. വേണോ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എഴുതിയ എഴുത്തും തിരുത്തി എഴുതപ്പെടേണ്ടതാണ്, അല്ലെങ്കിൽ കാലം അതിനെ തിരുത്തി എഴുതിക്കൊണ്ടേയിരിക്കും. സോ അപ്പോൾ നമ്മൾ ചെയ്തൊരു തീരുന്നതല്ല, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പം നമുക്ക് പല കാര്യങ്ങളും നമ്മൾ മുന്നേ ചെയ്ത് റീവിസിറ്റ് ചെയ്യുമ്പോഴും അതൊക്കെ തന്നെ തിരുത്തലിന് വിധേയമാകേണ്ടതാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഓണസ്റ്റി എന്ന് പറയുന്നത് നമുക്ക് മെഷർ ചെയ്യാൻ യന്ത്രമൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണസ്റ്റി കാലമാണ് തെളിയിക്കുന്നത്. നമ്മൾ ഓണസ്റ്റ് ആണെന്ന് ജനത്തോട് പറയുമ്പം ജനം അത് വിശ്വസിക്കണമെന്നില്ല, വിശ്വസിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ സംശയിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സൂരജിനെ ഞാൻ പോലും വിശ്വസിക്കാൻ പാടില്ല. അല്ല, വിശ്വാസം പല. അതെ, ഞാൻ പറയുന്നത് ഒരു കലാകാരൻ എന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ പാട്ടുകൾ വരുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങൾ അത് തൊണ്ട തൊടാതെ വിഴുങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. വിഴുങ്ങരുത്. നിങ്ങൾ സംശയിക്കാനുള്ള എല്ലാ അവകാശവും ജനത്തിനുണ്ട്, ചോദ്യം ചെയ്യാനുള്ള, വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അബ്യൂസ് ആവാണ്ടിരുന്നാൽ മാത്രം മതി. നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള വിമർശനങ്ങൾ നമ്മളത് സ്വീകരിക്കുക തന്നെ ചെയ്യും എന്നുള്ളതാണ് എനിക്ക്. അതൊരു സംസ്കാരത്തിന്റെ കൂടി ഭാഗമാണ്. തീർച്ചയായും നമ്മൾ അവിടെ കിടക്കുന്നതുകൊണ്ട് അബ്യൂസീവ് ആവുക, അതിലാണ് കാര്യമുള്ളത്, അടിയുണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വരാം. ഇപ്പം നമ്മുടെ ഒരു കോൺസെപ്റ്റ്, സംഗീതത്തെ കുറിച്ചിട്ടുള്ളൊരു കോൺസെപ്റ്റ് എടുത്താലും മലയാളിയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻസിൻ്റെ ഒരു സംഗീതം എന്ന് പറയുന്നത് സിനിമാ സംഗീതമാണ്, പാട്ടാണ് നമ്മുടെയൊക്കെ ഒരു സംഗീതം എന്ന് പറയുന്നത്. ഈ പാട്ടിന് ചില ബെഞ്ച് മാർക്കുകളുണ്ട്, അതിനൊക്കെ ഒരു പാറ്റേൺ ഉണ്ട്. ഇപ്പോൾ പല്ലവി, അനുപല്ലവി, ചരണം എന്നൊക്കെ പറഞ്ഞൊരു പാറ്റേണിൽ തന്നെ അത് പോവുക. അപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേ. പിന്നെ അതിന് വേണ്ട വരികൾ ഇങ്ങനെയായിരിക്കണം, കുറച്ച് കവിത്വമുള്ള വരികൾ വേണം. പക്ഷെ അതൊക്കെ മാറിയിട്ടാണ് ഇപ്പോൾ ജാട പോലുള്ള പാട്ടുകൾ വരുന്നത്. അതിൽ കവിതയുണ്ട്, കവിതയുണ്ട്, ഫിലോസഫി ഉണ്ട്. ജാട എനിക്ക് തോന്നുന്നു റീസെൻ്റ്ലി വന്ന ഏറ്റവും ഫിലോസഫിക്കലായിട്ടുള്ളൊരു പാട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം തോറ്റുപോയവൻ്റെ ജാട എന്നാണ് പറയുന്നത്. അയാളെ തോൽപ്പിച്ച ഒരു സമൂഹത്തെ നോക്കി, അയാളെ പുറന്തള്ളിയ സമൂഹത്തെ നോക്കി, അയാൾ വീണ് പോകുമ്പോൾ ചിരിച്ച് കളിയാക്കിയ സമൂഹത്തെ നോക്കി അയാൾ തിരിച്ചു വന്ന് പറയാണ്. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഉദാത്തരേ
കുലീനരേ എന്നിട്ടാ പറയുന്നത് തോറ്റവൻ്റെ ജാടയാണെന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഫിലോസഫി വരെ ഇന്നത്തെ നമ്മൾ ഇപ്പോഴത്തെ ഒരു വലിയ വിഭാഗം വിമർശിക്കുന്നുണ്ടാവും, പക്ഷേ ആ പാട്ടിലുണ്ട്. അപ്പം ഇത്തരം തിരുത്തലുകൾ അല്ലെങ്കിൽ പുതിയ കാലത്തിനോട് ചേർന്ന് നിൽക്കുന്ന മാറ്റങ്ങളൊക്കെ എത്രത്തോളം ആശാവഹമാണ് സൂരജിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? അല്ല, ഈ മാറ്റം അനിവാര്യമായ ഒന്നാണെന്നതിൽ തർക്കമില്ല. മാറിക്കൊണ്ടേയിരിക്കും. മാറുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും കണക്ട് ചെയ്യണം. നമുക്ക് അതിൽ നീതിയില്ല, അതൊരു കാര്യമാണ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായും ചിന്തകൾ വരുമ്പോൾ ഡിസ്കോഴ്സ് ഉണ്ടാവും. ഡിസ്കോഴ്സിൻ്റെ ഫലമായി പലരും പല തീരുമാനങ്ങളൊക്കെ മാറ്റേണ്ടി വരും. അത് ഒരു തലമുറയിൽ എല്ലാ തലമുറയിലും മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം അതിനെ മാറാൻ പാടില്ല എന്ന് പറഞ്ഞാലും നിരന്തരമായി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വളരെ ഹോപ്പ്ഫുള്ളാണ്. എനിക്ക് എസ്പെഷ്യലി അടുത്ത ജനറേഷൻ ഞാൻ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അവരാണ് പൊളി. അവരിലാണ് എനിക്ക് പ്രതീക്ഷ മൊത്തം. നല്ലതാണ്. അവരെ എല്ലാവരും ജെൻസി എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുണ്ട്, ദേഷ്യം പിടിക്കുന്നവരുണ്ട്, ഇറിറ്റേറ്റഡ്. അത് ഈ അമ്മാവൻ സിൻഡ്രോം പിടിച്ച കുറച്ച് ആൾക്കാർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫിലിം മ്യൂസിക്കിൻ്റെ ഒരു ഇതൊക്കെ ഇപ്പം നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻറ്റ് പാരലൽ മ്യൂസിക്കൊക്കെ അവിടെ ഒരു പ്രതിരോധം നടക്കുന്നില്ല. ഈ സിനിമാ പാട്ട് പാടിയില്ലെങ്കിൽ ഗായകൻ എന്നുള്ള ലേബൽ കിട്ടാത്തൊരു സൊസൈറ്റിയിലാണ് നമ്മളുള്ളത്. അവൻ ഗായകനാണെങ്കിൽ മാറി. അതൊരു പ്രതിരോധ പ്രവർത്തനമായിരുന്നില്ല നിങ്ങളുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്. അതിന് തുടക്കം കവേഴ്സൊക്കെ ഒരു വലിയ പങ്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്കിൽ പോലും നിങ്ങളുടേതായ ഒരു വഴിയിലേക്ക് പോകാൻ, നിങ്ങളുടെ സംഗീതത്തിന്റെ പുതിയ അഭിരുചികൾ കണ്ടെത്താൻ, നിങ്ങളുടേതായ ഒരു ഐഡന്റിറ്റി അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഇത്തരം ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒരു പ്രകടിപ്പിക്കുന്നില്ലേ? തീർച്ചയായും. ഈ സ്വതന്ത്ര സംഗീതം, ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ഷെയർ ചെയ്യാനായിരിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മുടേതായ രീതിയിൽ നമ്മൾക്ക് പറയേണ്ട രീതിയിൽ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകുന്നൊരു സ്പേസാണ്. അപ്പോൾ അവിടെ നമ്മളൊരു സിനിമാ പാട്ട് പാടുന്ന പോലത്തെ ഒരു പ്രോസസ്സേ അല്ല. നമ്മൾക്ക് നമ്മളെ സെൽഫ് എക്സ്പ്രഷന് പൂർണ്ണ സ്വാതന്ത്ര്യം നമ്മുടെ കയ്യിൽ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ അത് പണ്ട് കാലം മുതലേ ഉണ്ട്. അത് നമ്മുടെ നാട്ടിലിപ്പോൾ സജീവമാണെന്നേ ഉള്ളൂ. ഇപ്പം പേരെടുത്ത് പറയാനാണെങ്കിൽ ഹിപ്പ് ഹോപ്പ് മൂവ്മെൻറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ സൗത്ത് ആസ് സച്ച് നടക്കുന്ന മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തന്നെയാണ്. ഞാൻ ഒരു ആർട്ടിസ്റ്റിനെയും പേരെടുത്ത് പറയണമെങ്കിൽ പറയാവുന്നതാണ്. ഇപ്പോൾ വേടനെ പോലെയുള്ള ആൾക്കാർ, ആൻഡ് മനുഷ്യർ എന്ന് പറയുന്ന ആൾക്കാർ, കുറേ കാസ്റ്റ്ലെസ് കളക്റ്റീവ് എന്ന് പറയുന്ന ഗ്രൂപ്പ്, അങ്ങനെ ഒരുപാട് പേർ പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുന്നുണ്ട്. സോ അപ്പം നമുക്കവർ പറയുന്നത് എന്താണെന്ന് ഇപ്പോൾ ആളുകൾ കേട്ടും തുടങ്ങിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ പോലെ ചുമ്മാ ആസ്വാദനം മാത്രമാണ് ഇതിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊള്ളേണ്ടതെന്നൊരു സംഭവമില്ല. ആളുകൾ വേറെ പലതും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മനസ്സിലാക്കലുകൾക്കുള്ളൊരു ഇടം ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് തരുന്നുണ്ട്. അതായത് ഒരു ആർട്ടിസ്റ്റിനെ മനസ്സിലാക്കാൻ അവൻ്റെ വിചാരങ്ങളാണല്ലോ നമ്മൾ ആർട്ടിൽ കൂടി പുറത്തു വിടുന്നത്. അപ്പം ആ ഓഡിയൻസിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. മറിച്ച് സിനിമാ പാട്ട് പാടുമ്പോൾ അങ്ങനൊരു കമ്മ്യൂണിക്കേഷൻ റിയലി അവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഐ ഡൗട്ട്. എന്തായാലും ഈ പ്രതിരോധം, സംഗീതം ഏറ്റവും നന്നായിട്ട് പ്രതിരോധിച്ച, അല്ലെങ്കിൽ സംഗീതത്തിലൂടെ ഒരു സമരം തന്നെ, ജീവിത സമരം തന്നെ നടത്തിയ ഒരു ഗായകനുണ്ടെങ്കിൽ അത് ജമൈക്കൻ സിംഗറായിട്ടുള്ള ബോബ് മാർലിയാണ്. ബോബ് മാർലി പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു ആശയം പറയാനുണ്ടാവണം കലയിൽ, അല്ലെങ്കിൽ അത് കലയല്ല എന്നാണ് പറയുന്നത്. ഒരു കല നിങ്ങൾക്ക് അതൊരു കലയായിട്ട് വിളിക്കപ്പെടണമെങ്കിൽ അതിനകത്ത് കൃത്യമായൊരു ആശയം നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടാവണം, അല്ലെങ്കിൽ അതിലൊരു പൊളിറ്റിക്സ് ഉണ്ടാവണം. അല്ലാത്തൊന്നും കലയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ അടുത്ത് TM കൃഷ്ണയും അത് ആവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് സംഗീത കലാനിധി പുരസ്കാരം ഇവിടെ സംഗീത അക്കാദമി കൊടുത്തപ്പം അതിനെതിരെ സുബലക്ഷ്മിയുടെ കുടുംബം പരാതിയോ കൊടുത്ത് കോടതിയിലെത്തി. അപ്പോൾ ആ സമയത്ത് നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ കൃഷ്ണയും അത് തന്നെ ആവർത്തിക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പുറമ്പോക്ക് പോലുള്ള ആൽബങ്ങളും അല്ലെങ്കിൽ ആ പാട്ടുകളൊക്കെ പുറമ്പോക്കായിട്ട് ഇരുന്നാൽ മാത്രമേ നമ്മൾ ജീവിതത്തെ കുറച്ചുകൂടി വിശാലമായി കാണാൻ പറ്റുമെന്നും എനിക്ക് കുറച്ചുകൂടി ഉച്ചത്തിൽ പറയാൻ സാധിക്കുള്ളൂ എന്നും പാടാൻ സാധിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട്. ബോബ് മാർലിയുടെ ദ വെയിലേഴ്സ് എന്നാണ് അവരുടെ ട്രൂപ്പിൻ്റെ അകത്തെ പേര്. നിലവിളിക്കുന്നവരുടെ ആ പേരിലാണല്ലോ അത് വരുന്നത്. അപ്പം നിലവിളിയാണ് അവരുടെ സംബന്ധിച്ച് സംഗീതം എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ കേരളത്തിൽ അങ്ങനെ ഒരു പ്രതിരോധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിൻ്റെ അത്തരം ആശയങ്ങൾ കൂടുതലായി എത്തിക്കാൻ നമുക്ക് എവിടെയെങ്കിലും അത് കൈമോശം വന്നു? ഒരു കാലത്ത് നാടകങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു. ഒരിക്കലുമില്ല. കാരണം നമ്മുടെ കേരളത്തിൻ്റെ സംഗീത ചരിത്രം എടുത്ത് നോക്കിയാൽ തന്നെ നമ്മുടെ നാടൻ പാട്ടുകൾ
പച്ചയ്ക്ക് രാഷ്ട്രീയം പറയുന്ന നാടൻ പാട്ടുകളാണ്. ഇപ്പോൾ ഈ തീണ്ടലിനെ പറ്റി ഉള്ള പാട്ടുണ്ട്, ഞാനത് ഒന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് രണ്ടുപേരും പാടാം. അതായത് പാട് നമുക്കിതൊരു പാട്ടും പറച്ചിലാക്കി മാറ്റാം. അതെ, പാട്ട് പാടലാണ് പ്രതിരോധം, പറച്ചിലല്ല പ്രതിരോധം. എന്തു തൻ്റെ തീണ്ടലാണ് തീണ്ടലാണ് തമ്പുരാൻ്റെ, എന്തു തൻ്റെ തീണ്ടലാണ് തമ്പുരാൻ്റെ, ഉപ്പുകുത്തിയ മുളയ്ക്കുമോ വേലിമേ പടരുമോ, ഉപ്പുകുത്തിയ മുളയ്ക്കുമോ വേലിമേ പടരുമോ, പിന്നെന്ത് തീണ്ടലാണ് തമ്പുരാൻ്റെ, പിന്നെന്ത് തീണ്ടലാണ് തമ്പുരാൻ്റെ. അങ്ങനെ കുറേ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു പോകുന്ന ഒരു പാട്ടാണിത്. അങ്ങനെ ഒരുപാട് പാട്ടുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പം നാടൻ പാട്ടുകളിൽ അതുണ്ട്, റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇവിടെ നാടൻ പാട്ട് എടുത്ത് നോക്കിയാൽ CJ കുട്ടപ്പൻ എടുത്ത് നോക്കിയാലും അദ്ദേഹം ഒരിക്കലും ഗാനഗന്ധർവ് എന്നുള്ള പേരൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവസരങ്ങൾ ലഭിച്ചവരിൽ നിന്നും, അവസരങ്ങൾ കിട്ടിയ ആളുകളിൽ നിന്നും ചില ആളുകൾ മാത്രമാണ് അങ്ങനെയുള്ള വിളിപ്പേരൊക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷേ അവസരങ്ങൾ ലഭിക്കാത്ത ദളിതുകളിൽ നിന്നും ആദിവാസികളിൽ നിന്നും ഇപ്പോഴും റെപ്രസെൻറ്റേഷൻ വളരെ കുറവ് തന്നെയാണ്. നമ്മൾ തുറന്ന് സമ്മതിച്ചേ പറ്റുള്ളൂ. അവരിൽ ഒരുപാട് വലിയ CJ കുട്ടപ്പനെ പോലെ മഹാനായ കലാകാരന്മാരുണ്ട്. സോ അപ്പോൾ അത് എന്നിട്ട് അത് ലെവൽ പ്ലേയിങ് ഇല്ലല്ലോ. അവസരങ്ങൾ നമ്മുടെ ഒരു സംവേദനക്ഷമതയുടെ പ്രശ്നമാണോ, അല്ലെങ്കിൽ ആസ്വാദകരുടെ ഒരു നിലവാരത്തിന്റെ, അല്ലെങ്കിൽ കാരണം നമ്മുടെ ആസ്വാദനം പ്രിറ്റി മച്ച് നമ്മുടെ സിനിമാ സംഗീതം തന്നെ ഒരു കാലഘട്ടം വരെ, ഇപ്പോൾ ഞാൻ അങ്ങനെ പറയില്ല, ഒരു കാലഘട്ടം വരെയും ഈ നമ്മുടെ സൗത്ത് ഇന്ത്യൻ കർണാട്ടിക് മ്യൂസിക്കിനെ ബേസ് ചെയ്തിട്ടുള്ളായിരുന്നു. നമ്മുടെ ആസ്വാദനവും നമ്മുടെ ഈവൻ കോമ്പോസിഷൻ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടാണ്. വേറൊരു സംഗീത ശാഖ എത്രത്തോളം നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. മേ ബി കോഴിക്കോട് ബാബുരാജ് മാഷിനെ പോലുള്ള കുറച്ച് ആളുകൾ ഹിന്ദുസ്ഥാനി മ്യൂസിക്കിൻ്റെ ഫ്ലേവർ കൊണ്ടുവരാൻ ശ്രമിച്ചു. പക്ഷേ ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ റിയാലിറ്റി ഷോ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പാട്ടും നമ്മൾ അതിനെ സെമി ക്ലാസിക്കൽ പാടിയില്ലെങ്കിൽ നല്ല ഗായകനല്ല. അതുമല്ല, നമ്മളിപ്പോൾ പല റൗണ്ടുകളൊക്കെ വെക്കാറുള്ളൂ, വെസ്റ്റേൺ മ്യൂസിക് റൗണ്ടൊക്കെ വെക്കാറുള്ളൂ. വെസ്റ്റേൺ മ്യൂസിക് പഠിക്കുന്നത് നമ്മൾ മാനദണ്ഡം എന്ന് പറയുന്നത്, നമ്മൾ ജഡ്ജ് ചെയ്യുന്ന മാനദണ്ഡം അപ്പോഴും കർണാട്ടിക് മ്യൂസിക്കിൻ്റെ മാനദണ്ഡത്തിലാണ്. സോ അത് നമ്മുടെ അഭിരുചി അങ്ങനെയാണ്. നമ്മൾ അങ്ങനെ കർണാട്ടിക് മ്യൂസിക് പാടാൻ പറ്റിയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെ, ഒരു കുറവില്ല. ആസ് ഇൻ കർണാട്ടിക് മ്യൂസിക്കോ ഏത് തരത്തിലുള്ള മ്യൂസിക്കോ പഠിച്ചവരെക്കാൾ നാച്ചുറലായി പാടുന്ന, അസാധ്യമായി പാടുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ പറ്റും. സോ അത് നമ്മുടെ ഒരു ടേസ്റ്റ് മാറേണ്ടതുണ്ട്. പിന്നെ ആസ്വാദകൻ്റെ ശീലം മാറേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കലാകാരനെ കേൾക്കാൻ വേണ്ടി പോകുന്ന ഒരു കൂട്ടം ഇപ്പോഴും ഉണ്ടോ നമ്മുടെ നാട്ടിൽ? കലാകാരൻ്റെ പ്രിയപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ പോകുന്ന, അതായത് അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാൻ പോകുന്ന കൂട്ടമുണ്ട്. ആ പാട്ട് കേൾക്കാനാണ് പോണത്. അല്ലാണ്ട് അയാൾ വേറെ ഏതെങ്കിലും പാട്ട് പാടിയാൽ ഈ കേൾക്കുന്നവർക്കും ഓക്കെ അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ജനറേഷനിലുള്ള എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാട്ട് അവിടെ വർക്കാവുമോ, ആ പാട്ട് അവിടെ വർക്കാവും. ഈ വർക്കാവോ എന്നുള്ള ചിന്ത വരുന്നത് തന്നെ ഈ ആസ്വാദകൻ ഇത് ശരിയാവോ ഇല്ലയോ എന്നുള്ള പരിപാടിയാണ്. അപ്പോൾ ആസ്വാദന തലത്തിൽ അങ്ങനൊരു മാറ്റം വരേണ്ടെന്ന് തോന്നുന്നു. ഒരു കലാകാരനെ ശ്രമിക്കാനായി ജനം തയ്യാറാകുമ്പോൾ അവിടെ ഒരു തരത്തിലുള്ള ബാരിയറും ഇല്ലാണ്ട് അയാൾക്ക് ഇഷ്ടമുള്ളതൊക്കെ അയാൾ പാടും. അപ്പോൾ അവിടെ ഫേവറേറ്റ് സോങ്സ് മാത്രം കേൾക്കാനാണെങ്കിൽ നമുക്ക് സ്പോട്ടിഫൈ ഉണ്ട്, ആപ്പിൾ മ്യൂസിക് ഉണ്ട്, അങ്ങനെ കേട്ടാൽ പോരെ. അപ്പം പ്രേക്ഷകർ അല്ലെങ്കിൽ കേൾവിക്കാർ കുറെ കൂടി മാറേണ്ടിയിരിക്കുന്നു. അത് ഏത് തരത്തിലാണ് പക്ഷെ ആ മാറ്റം സാധ്യമാവുന്നത്? മാറുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് ഇൻഡിപെൻഡന്റ് മ്യൂസിക് ബാൻഡ്സ്, മ്യൂസിഷ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും അവരൊന്നും തന്നെ എക്സ്പോഷർ മാത്രം മതിയോ ഇത് മാറാൻ? അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ കലകൾ ആവിഷ്കരിക്കപ്പെടണം, കൂടുതൽ കലകൾ ഉണ്ടാവണം, കൂടുതൽ മ്യൂസിക് ആണെങ്കിൽ കൂടുതൽ മ്യൂസിക് ഉണ്ടാവണം, കൂടുതൽ മ്യൂസിഷ്യൻസ് ഉണ്ടാവണം. അപ്പോൾ അവിടെ ആളുകൾ അവരെ കേൾക്കും, പിന്നെ അവർ തീരുമാനിക്കും എന്ത് കേൾക്കണ്ട എന്നുള്ളത്. അപ്പം ഓഫ് കോഴ്സ് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് ഫേവറേറ്റ് സോങ്സ് കേൾക്കാൻ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്ന മറ്റു കാര്യങ്ങൾ കൂടി കേൾക്കാൻ. അല്ലെങ്കിൽ തോന്നുമ്പോൾ നേരത്തെ സൂരജ് പറഞ്ഞ പോലെ പുതിയ തലമുറയിൽ ഭയങ്കര പ്രതീക്ഷയുണ്ടെന്ന് പറഞ്ഞല്ലോ. എനിക്കതിൽ വേറൊരു കാര്യം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്, ഇപ്പോഴുള്ള കുട്ടികളുടെയൊക്കെ ഒരു ഏറ്റവും പോപ്പുലറായ പാട്ടുകൾ ആവേശത്തിലെ പാട്ടൊക്കെയാണ്. ഈ പറഞ്ഞ മാതിരി ജാടയും മറ്റേ പാട്ടൊക്കെയാണ്. പക്ഷെ അത് എൻ്റെ മക്കൾ കേൾക്കുമ്പോൾ തന്നെ ഞാനും അതിനോട് കേൾക്കാൻ ബാധ്യസ്ഥനാവുന്നുണ്ട്, നിർബന്ധിക്കപ്പെടുന്നുണ്ട്. എൻ്റെ അമ്മ അത് കേൾക്കാൻ നിർബന്ധിക്കപ്പെടുന്നുണ്ട്.
ഇപ്പൊ ജാട അമ്മ പാടാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ തലമുറ മാറ്റത്തിന്റെ ഇത് ഇൻഫ്ലുവൻസ് എനിക്ക് തോന്നുന്നു അത് കുറെ കൂടി നമ്മുടെ ആസ്വാദന ശേഷിയെ തിരുത്തലുകൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. കേട്ടേ പറ്റൂ. കേട്ടേ പറ്റൂ വെച്ചാൽ പുതിയ നമുക്കങ്ങനെ തടഞ്ഞു വെക്കാനൊന്നും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമ്മളൊരു ഫാസിസ്റ്റ് ആയിരിക്കണം വീട്ടിൽ, നീ ഇത് കേൾക്കരുതെന്നൊക്കെ പറയണം. അങ്ങനെ നമുക്ക് പറ്റില്ല. കാരണം അതാ ഞാൻ പറയും, മാറ്റം ഇന്നേ വേ ഓർ ദി അതർ അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും. അത് പുതിയ ഈ തലമുറ അധികാരവുമായിട്ട് ചേർത്ത കുടുംബത്തിന്റെ കാര്യം പറഞ്ഞാണ് ഈ ഫാസിസ്റ്റ് ആവുക എന്ന് പറഞ്ഞാൽ, ഈ അധികാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കാര്യം കൂടിയാണല്ലോ സംഗീതാസ്വാദനം എന്ന് പറയുന്നത്. ആരാണ് അധികാരി, അയാളുടെ രീതികളും ടേസ്റ്റുകളും ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നു. നേരെ തിരിച്ചെടുത്താലും അധികാരികൾക്കെതിരെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം സംഗീതമാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ടോപ്പിക്കിന് സംഗീതം പ്രതിരോധമാകുമ്പോൾ എന്നുള്ളതാണ്. അപ്പം പ്രതിരോധിക്കുന്നത് നമ്മളൊരു വ്യവസ്ഥിതിക്കെതിരെയുള്ള കലഹമാണ്, ഒരു അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരെയുള്ള എതിരെ തൊടുക്കുന്ന ചോദ്യങ്ങളാണ് ഈ പ്രതിരോധം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. മറിച്ച് ഇത് പറഞ്ഞ റിവേഴ്സ് എഫക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഭരണകൂടമാണ് ഈ ഇത്തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളുടെ അവരുടെ പ്രൊപ്പഗണ്ട സ്പ്രെഡ് ചെയ്യാനായിട്ടുണ്ട്. അപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, കേരള സ്റ്റോറീസ് പോലുള്ള സിനിമകൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അത് ഭരണകൂടം സ്പോൺസേർഡ് സിനിമയാണ്. ഇത് പണ്ട് സംഭവിച്ചിട്ടുണ്ട്, ഹിറ്റ്ലറുടെ കാലഘട്ടത്തിലൊക്കെ. അപ്പം ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് കല എന്ന് പറയുന്നത്. ഇനി ബീറ്റ് എനി ആർട്ട്, അത് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതും ഇങ്ങനെയും രണ്ട് രീതിയിലും അത് ആ ഒരു പ്രതിരോധം നടക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അധികാരവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാൽ തന്നെ ഈ വരേണ്യവർഗത്തിന്റെ ഒരു സംഗീത രീതികളാണല്ലോ അവിടെ എപ്പോഴും നമ്മുടെ ബെഞ്ച് മാർക്കായിട്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാട്ടിക് പാടിയില്ലെങ്കിൽ നല്ല ഗായകനല്ല, അല്ലെങ്കിൽ കർണാട്ടിക്കിന്റെ രീതിശാസ്ത്രം വെച്ചിട്ടാണ് നമ്മൾ ആ പാട്ടിനെ അല്ലെ ഗായകനെയൊക്കെ നിർണ്ണയിക്കുന്നത്. അല്ലെങ്കിൽ എന്താണ് അവൻ എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അവൾ എത്രത്തോളം ഉണ്ട് സിംഗിങ്ങിൽ, പാട്ടിൽ കഴിവ് എന്നുള്ളതിൻ്റെ കഴിവിൻ്റെ ഒരു മാനദണ്ഡമായിട്ട് നമ്മൾ ആ രീതിശാസ്ത്രം വെച്ചിട്ടാണല്ലോ. അപ്പം ആ രീതിശാസ്ത്രത്തെയും കൂടി നമ്മൾ എവിടെയോ ബ്രേക്ക് ചെയ്യേണ്ടിയിരിക്കുന്നില്ലേ? അവിടെയാണ് ഞാൻ നേരത്തെ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അതായത് ഫോക്ലോറിലേക്ക്, ഇപ്പം നേരത്തെ ചൊല്ലിയ പാട്ട് പോലെ, ഇപ്പം സി.ജെ. കുട്ടപ്പനെ പോലെ ഒരു മഹാനായ കലാകാരുണ്ടെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല? ഇപ്പം ഈവൻ പുഷ്പവതി വരെ അവരുടെ അനുഭവം പറയുന്നുണ്ട്. സാൾട്ട് ആൻഡ് പേപ്പറിലെ ചെമ്പാവ് ആ പാട്ട് പാടിയതിന് ശേഷം അവർക്ക് വേണ്ട അവസരം പോലും പിന്നെ കിട്ടുന്നില്ല. അപ്പം മാത്രമല്ല അതിൻ്റെ വേറെ ഇപ്പോൾ മീഡിയ അവരെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ പറയുന്നത് വളരെ സിൻസിയറായിട്ട് അല്ലെങ്കിൽ ജെന്യുവനായിട്ട് അവരോടൊന്നും പറയാം, ഞാൻ ഈ ക്യാമറയ്ക്ക് പറ്റിയൊരു ഫിഗറല്ല, എൻ്റെ മുഖവും നിറവും ഒന്നും എന്ന് പറയുന്നുണ്ട് അവർ. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ വർഗത്തിൽ നിന്ന്, അവരിൽ നിന്നാണല്ലോ സംഗീതം ഉണ്ടാവുന്നത്. സംഗീതം തന്നെ അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഇവോൾവിങ് ഏജ് എടുത്തിട്ടുണ്ടെങ്കിൽ പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ്. പണ്ട് കാലത്തെ ആളുകൾ ബഹളം വെക്കാനും ഒച്ച ഉണ്ടാക്കാനും മൃഗങ്ങളെ ഓടിക്കാനൊക്കെ ആയിട്ട് ശബ്ദം ഉണ്ടാക്കി വന്ന് അത് തുടി കൊട്ടുന്നതിലേക്കൊക്കെ എത്തിയിട്ട് ഇങ്ങനെ സംഗീതം അതിൻ്റെ ഒരു വരുന്നത് അവിടെയാണ്. അവിടെ പ്രതിരോധത്തിന് വേണ്ടി തന്നെയാണ് പാട്ടും അല്ലെങ്കിൽ ഒച്ചയും ഉപയോഗിക്കപ്പെട്ടത്, ശബ്ദം ഉപയോഗിക്കപ്പെട്ടത്. പക്ഷെ പിന്നീട് അതിനെ നമ്മൾ ഒഴിവാക്കുകയും വേറൊരു വരേണ്യ സ്വഭാവമുള്ള ഒരു കാര്യത്തിനോട് നമ്മൾ കൂടുതൽ പ്രതിപത്തി കാണിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയത് സത്യത്തിൽ ഇതിൻ്റെ ഒരു മുന്നോട്ട് പോക്കിനെ, ഇതിനെ കൂടുതൽ ജനകീയമാകുന്നതിനെയൊക്കെ തടയല്ലേ ചെയ്തത്? അതൊരു സിസ്റ്റമിക് എററിൻ്റെ പ്രശ്നം കൂടിയാണ്. അത് സിസ്റ്റം തന്നെ മാറേണ്ടതുണ്ട്. നമ്മൾ പല രീതിയിലും ഉള്ള ഹൈറാർക്കികൾ തകർക്കപ്പെടുമ്പോൾ മാത്രമേ അതും ബാക്കിയുള്ള മേഖലകളെ റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ സനീഷ് ചോദിച്ച പോലെ ഇത് മാറേണ്ടതുണ്ടോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി മാറേണ്ടതുണ്ട്. ആർക്കാണ് മാറേണ്ടതെന്നുള്ള ആഗ്രഹമുള്ളത്. പക്ഷേ ഇപ്പോൾ കർണാട്ടിക് മ്യൂസിക്കിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഗേറ്റ് കീപ്പിംഗ് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ചെന്നൈയിലെ അവസ്ഥ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ, ചെന്നൈ കർണാട്ടിക് മ്യൂസിക് സീൻ്റെ അവസ്ഥ എടുത്ത് നോക്കിയാൽ തന്നെ അവിടെ ഒരു റെപ്രസെൻറ്റേഷൻ ആർക്കൊക്കെയാണ് കിട്ടുന്നത്? എല്ലാ കമ്മ്യൂണിറ്റീസിനും അവിടെ റെപ്രസെൻറ്റേഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഈ ടോക്കണൈസേഷൻ, ടോക്കൺ കൊടുക്കുന്ന പോലെ 1-2 പേരെ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. റെപ്രസെൻറ്റേഷൻ ഇല്ല. സോ അപ്പോൾ ഇത് ഞങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒന്നാണ്, ഞങ്ങൾ മാത്രം കൈവരിക്കേണ്ട ഒന്നാണെന്ന് ഈ ആളുകൾ തന്നെയാണ് തിരിച്ചറിയേണ്ടത്. ഇങ്ങനെ അവർ മാറണം, അവരാണ് മാറേണ്ടത്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ശബ്ദമാണ് ടി എം കൃഷ്ണയുടെ ശബ്ദം. അദ്ദേഹത്തിൻ്റെ പ്രിവിലേജ് ആയിരിക്കെ തന്നെ ആ പ്രിവിലേജ് ഉപയോഗിച്ചാണ് അദ്ദേഹം ചോദ്യം ചെയ്യുന്നത്. സോ അപ്പോൾ അദ്ദേഹത്തിനെ അറ്റാക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഇവിടുത്തെ രീതി എന്ന് പറയുന്നത്. അപ്പം ഈ സിസ്റ്റം മാറണ്ട എന്ന് വാശി പിടിക്കുന്നവർ ആണ് മാറേണ്ടത്. അത് മാറും. ഒരുപാട് കാലമൊന്നും ഇത് വാശി പിടിച്ച് നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ മാറ്റങ്ങൾ വളരെ സമഗ്രമായിട്ട് നടക്കുന്നുണ്ട്. അതിന് കാലം തോറും മാറിക്കൊണ്ടിരിക്കും. ഈ പുതിയ റാപ്പുകളുടെ ഒരു കാലം വന്നതും നല്ലൊരു സൂചനയായിട്ട് കണ്ടുകൂടെ? കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ബോബ് മാർലി ഒരു റെഗയിലൂടെയാണ് ലോകത്തെ മുഴുവൻ അങ്ങ് സ്വാധീനിച്ചത്.
ആഫ്രിക്കൻ സംഗീതത്തെ മാറ്റിമറിക്കുന്നത് റെഗ്ഗയാണ്. പക്ഷേ ഇവിടെ ഇപ്പം പുതിയ റാപ്പുകൾ വരുന്നു, പറച്ചിലുകൾ പാട്ടുകളായി മാറുന്നു, അതിലൂടെ ഒരു രാഷ്ട്രീയം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, പച്ചയായ രാഷ്ട്രീയം നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പം എഴുത്തിലൂടെയാണോ സംഗീതത്തിൽ, അല്ലെങ്കിൽ ഇത് ഒരുമിച്ച് പോകേണ്ട കാര്യമാണെന്ന് പറയും. അതായത് സംഗീതവും എഴുത്തും ഒരുമിച്ച് ചേരുമ്പോഴാണ് വേറൊരു ഭാവുകത്വം അതിനുണ്ടാവുന്നതും അത് ഹൃദയത്തിലേക്ക് എത്തുന്നതെന്ന് പറയും. സംഗീതത്തിന് ഒറ്റയ്ക്ക് ഒരു അസ്തിത്വം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് താനും. കാരണം അതിന് ഇൻസ്ട്രുമെൻറ്റിൻ്റെ മ്യൂസിക് ആണെങ്കിൽ നമ്മളത് കേട്ട് നിൽക്കും. ബോംബെ തീം നമ്മൾ എത്ര തവണ കേട്ടു നമുക്കറിയില്ല. സിംഫണി കേൾക്കുന്നില്ല. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് സാഹിത്യം ഇല്ലാതെയും സംഗീതം നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ റാപ്പുകളുടെ വരവ് സംഗീതത്തെയോ അല്ലെങ്കിൽ സാഹിത്യത്തെയാണോ, പറച്ചിലിനെയാണോ കൂടുതലായിട്ട്? അല്ല, ഈ പാട്ട് എന്ന് പറയുന്ന ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഒരു അപ്ലൈഡ് ആർട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിനകത്ത് സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്. പാട്ട്, സംഗീതം പിന്നെ പാട്ട് ഫോർമാറ്റിന് രണ്ടിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. സാഹിത്യവും അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ സംഗീതവും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പരിപാടിയില്ല. മറിച്ച് ആണെങ്കിൽ സംഗീതത്തിന് സ്വന്തമായ അസ്തിത്വം ഉണ്ടെന്ന് ഇപ്പം എക്സാമ്പിളുകളിൽ കൂടി തന്നെ ഇപ്പം സനീഷ് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇപ്പോൾ റാപ്പ് പറച്ചിൽ പോലെ പറയുന്നത്, ഈ പറച്ചിൽ തന്നെയാണ് പാട്ട്. നമ്മളതിന് തമിഴിൽ പറയും പേച്ച്. ഈ മെലഡിക്കലി മാത്രം നമ്മൾ എന്തിനാണ് ചിന്തിക്കുന്നത്? അല്ലാതെയും ചിന്തിക്കാം, അല്ലാതെയും പാട്ടുകൾ ഉണ്ടാവാം, മെലഡിക്കലിയും ചിന്തിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇതിൻ്റെ സബ് ജോണേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഹിപ്പ് ഹോപ്പിൻ്റെ തന്നെ ഇനി ഇത് മാറി വേറെ രീതിയിലാവും. കാരണം നമ്മുടെ ഇൻഫ്ലുവൻസും ഇന്നത്തെ കേൾവിക്കാരുടെ ഇൻഫ്ലുവൻസ് പലതാണ്. നമ്മൾ ഇന്നിപ്പോൾ അമേരിക്ക റിലീസാവുന്ന ഒരു ആൽബം ഈ നിമിഷം നമുക്കിവിടെ കേൾക്കാൻ പറ്റും. അങ്ങനെ ആയിക്കഴിഞ്ഞു. അപ്പം നമ്മൾ പഠിക്കുന്ന മ്യൂസിക് എന്തായാലും ശരി, നമ്മളൊരു മ്യൂസിക് പ്രൊഡ്യൂസർ ആകുമ്പോൾ അത് നമ്മൾ കേൾക്കുന്ന എല്ലാതരം സംഗീതവും അതിനകത്ത് ഇൻഫ്ലുവൻസ്ഡ് ആവും. അപ്പോൾ ഇന്ന ജോൺറ എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റില്ല കൂടി ഇതിന് എല്ലാ അംശങ്ങളും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കലയിൽ ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സൂരജിന്റെ ഒരു സംഗീത യാത്ര എടുത്ത് നോക്കിയാൽ ഇപ്പോൾ നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നിന്ന് എത്തരത്തിലുള്ള ഒരു മാറ്റമാണ് ഇനി ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടോ അതിനെ സംബന്ധിച്ച്? അങ്ങനെ പ്ലാൻ സച്ച് ഒന്നുമില്ല. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന മ്യൂസിക് ഇലക്ട്രോണിക് മ്യൂസിക്കാണ്. അപ്പം പുതിയൊരു ആൽബം ഇലക്ട്രോണിക് മ്യൂസിക് ആൽബം ചെയ്യണമെന്നാണ് പ്ലാൻ. അങ്ങനെ പ്ലാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ. അതല്ലാണ്ട് ഞാൻ ഭയങ്കര ഓപ്പണാണ്. ഈ പാട്ട് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അറ്റ്ലീസ്റ്റ് ഒരു ആൽബം എങ്കിലും ഒരു ന്യൂ ആർട്ടിസ്റ്റെങ്കിലും എവറി ഡേ ഞാൻ കേൾക്കും. അപ്പം കേൾവി ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കാനാണ് ഇഷ്ടം. അത് ഇന്ന ജോൺറ എന്നൊന്നുമില്ല, എന്താണെങ്കിലും. ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നത് ഇലക്ട്രോണിക് മ്യൂസിക് ആണെന്നുള്ളൂ. അപ്പോൾ ഇനി അങ്ങോട്ട് എന്തൊക്കെ കേൾക്കാൻ കിടക്കുന്നു എന്നുള്ളതാണ് എന്നെ അതിശയിപ്പിക്കുന്ന സാധനം. എയുടെ കാലമാണ്. അതിൽ നിന്ന് പുതിയ പാട്ടുകൾ നമുക്ക് ഉണ്ടാക്കാം, ഇഷ്ടപ്പെട്ട വരികൾ അവർ തരും. അപ്പൊ അവിടെ ഒരു പ്രതിരോധം നമുക്ക് ആവശ്യമല്ലേ മ്യൂസിക്കിന്? നമുക്ക് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ ഒരു എത്തിക്കൽ ലോ മേക്കേഴ്സൊക്കെ കൊണ്ടുവന്ന ലോ ഒക്കെ വരേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ജർമ്മനിയിലൊക്കെ എയുടെ ലോസ് ഉണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ടൊന്നും ഒരു കാര്യം ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ എക്കെതിരെ ഹോളിവുഡിലെ റൈറ്റേഴ്സ് സമരം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ആയിത്തീരും നമുക്കിനി വരുമ്പോഴേ കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു എന്താണ് ചൂഷണത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിനെയും റെസിസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒറിജിനൽ മ്യൂസിക് അല്ലെങ്കിൽ ഭയങ്കര എന്താ പറയുക ഒതന്റിക് ആയിട്ടുള്ള മ്യൂസിക്കിനെ പറ്റിയുള്ള ഒരു എക്സ്പ്ലോർ നടന്നിട്ടുള്ളത് അനുരാഗ് കാശ്യപിന്റെ മൂവീസിലൊക്കെയാണ്. അപ്പം സ്നേഹ ഖണ്ഡേവാളിന്റെ ഒക്കെ അവര് നടത്തിയ ഒരു ജേർണി ഉണ്ട്. MTV അന്ന് അത് ഫീച്ചർ ചെയ്തിരുന്നു, അവരുടെ ഒരു യാത്ര, പല സൗണ്ട് ട്രിപ്പിംഗ് എന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം A.R. റഹ്മാൻ ഹാർമണി ചെയ്തിരുന്നു ആമസോണിന് വേണ്ടിയിട്ട്. അതിലവര് നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു നമ്മളിതുവരെ കേൾക്കാത്ത ചില മ്യൂസിക് എലമെന്റ്സിനെ കൊണ്ടുവരിക, ഇൻസ്ട്രുമെന്റിനെ കൊണ്ടുവരിക, സിംഗേഴ്സിനെ കൊണ്ടുവരിക, അതിനുവേണ്ടി ജീവിക്കുന്ന ആളുകളെ കൊണ്ടുവരിക ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഇത്തരം ആളുകൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുന്നത് അത് വലിയ രീതിയിലുള്ളൊരു പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ടോ ഈ ഒതന്റിക് മ്യൂസിക്കിനെ നമുക്ക് സംരക്ഷിക്കാൻ? പക്ഷെ കേരളത്തിലേക്ക് വന്നാൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒന്ന് നടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഓതന്റിസിറ്റി അത് ഡിസ്റ്റർബ് ചെയ്യുന്നതാണോ പറയുന്നത്? നമുക്ക് അങ്ങനെ സംരക്ഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നത് ഇവിടെ നമ്മളെ കേരളത്തിലെ ഒരു അല്ല, അങ്ങനെ സംരക്ഷിക്കണോ? നമുക്ക് അത് ലെറ്റ് ഇറ്റ് ഇവോൾവ് നോ. അപ്പം ഒരു ആർട്ട് ഫോം അങ്ങനെ ഉണ്ടെങ്കിൽ അത് മറ്റ് ആർട്ട് ഫോമിൻ്റെ കൂടിച്ചേർന്ന് അതൊരു പുതിയ രൂപമായി മാറുന്നത് നല്ലൊരു കാര്യമല്ലേ? അറ്റ് ദ സെയിം ടൈം നമ്മൾ അങ്ങനെ ഒരു ആർട്ടിനെ നമ്മൾ തടയുന്നില്ല. അത് പ്രാക്ടീസ് ചെയ്യുന്നവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, അതവിടെ തന്നെ ഉണ്ട്.
അപ്പോൾ അതിൽ നിന്നും പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നെങ്കിൽ അതുണ്ടാവട്ടെ എന്നാണ് എനിക്ക് പക്ഷെ തോന്നുന്നത്. അതേസമയം തന്നെ നമ്മൾ ഇപ്പം യുവജനോത്സവങ്ങളൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ചില ഇതുവരെ കേൾക്കാത്ത ചില ഐറ്റമുകൾ ഉണ്ടല്ലോ അവിടെ അവതരിപ്പിക്കുന്നത് നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി യുവജനോത്സവങ്ങളിൽ പല അപ്പൊ എന്താ വെച്ചാൽ അതെല്ലാം അന്യം നിന്ന് പോകുന്ന കലാരൂപങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സംരക്ഷിക്കണം, അതുകൊണ്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അതവിടെ ഒരു പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ തീരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ അങ്ങനെ പുതിയ ഒരു ഇവോൾവ്മെന്റ് ആണ് നടക്കുന്നതെങ്കിൽ നല്ലത്. പക്ഷെ നമുക്ക് ഉണ്ടായിരുന്ന കുറേ ഈ ഫോക്ലോറിൻ്റെയൊക്കെ ബേസ് ആയിട്ടുണ്ടായിരുന്ന നേരത്തെ ഒരു കാലത്തെ വലിയ പ്രതിരോധത്തിന്റെ പ്രതീകങ്ങളായിട്ടിരുന്ന സംഗീത ശാഖകളെല്ലാം നമുക്ക് മറവിയിലേക്ക് മാഞ്ഞു പോകുന്നത് ഒരു ആശങ്കപ്പെടുത്തേണ്ട കാര്യമല്ലേ? അത് പ്രോപ്പറായിട്ട് ആർക്കൈവ് ചെയ്യപ്പെടേണ്ടതാണ്. അതിനുള്ള പരിപാടികൾ ആസ് എൻ അധികാരമുള്ളവരാണ് അതിനെപ്പറ്റി നിയമങ്ങൾ കൊണ്ടുവരിക, ഓരോ നയങ്ങൾ രൂപപ്പെടുത്തുക എന്നുള്ള അത് അധികാരതലത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷേ ഇത് അന്യം നിന്ന് പോകുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൂരക്കളിയൊക്കെ പോലുള്ള കാര്യങ്ങൾ ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്. എനിക്ക് അതിൻ്റെ ഓതൻറ്റിസിറ്റി നിലനിർത്താനായിട്ട് എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഐ ഡോണ്ട് ഹാവ് എനി ആൻസർ ഫോർ ദാറ്റ്. ഇപ്പോൾ അവിയൽ ബാൻഡ് വന്നപ്പോൾ ശരിക്കും ചെക്കേല എന്ന് പറഞ്ഞ പാട്ടിനെ റീക്രിയേറ്റ് ചെയ്തു. അതുവരെ അത് പലർക്കും ഓർമ്മ തന്നെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള എന്തെങ്കിലും ഇവോൾവ്മെന്റ് അല്ലേ കുറച്ചുകൂടി നല്ലതുണ്ടാവുക അതിനെ നിലനിർത്താൻ, പുതിയ കാലത്തിന്റെ രീതികൾക്കനുസരിച്ച്, പുതിയ കാലത്തിന്റെ അഭിരുചികൾക്കനുസരിച്ച്? അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം അങ്ങനെ ഒരു ഫോക്ക് സോങ് അവിയലിൻ്റെ ഫോർമാറ്റിലേക്ക് വരുമ്പോൾ, ഒരു ബാൻഡ് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അത് വെരി ഇൻട്രസ്റ്റിംഗ് ടു ലിസൺ ടു. എല്ലാവർക്കും സൂരജനെ ബാൻഡിൽ സ്ഥിരമായി പാടുന്നതാണ് മറ്റേ പൂരം പാട്ട്. അതങ്ങനെ സംഭവിച്ചാണ്. ആ പാട്ട് വന്നപ്പോഴത്തേക്കും ഇങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ രസമുണ്ട് കേൾക്കാൻ എന്നുള്ള. ഓക്കെ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ, കാന്താ ഞാനും വരാം തൃശ്ശൂർ പൂരം കാണാൻ. പോരെ, മതി. ഞാൻ സൂരജ് നമ്മളിവിടെ സംസാരിക്കുന്നതിന് മുന്നോടിയായിട്ട് ഞാനൊന്ന് വിളിച്ച് സംസാരിച്ചപ്പം എനിക്കൊരു നാടകഗാനം വേണമെന്ന് പറഞ്ഞിരുന്നു. ഇഷ്ടപ്പെട്ടെ? ഞാൻ കുറച്ച് വരികൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതും കൂടി കേൾക്കണം. കാരണം എൻ്റെയൊക്കെ ഒരു മനസ്സിൽ പ്രതിരോധത്തിന്റെ സംഗീതം എന്ന് ആദ്യം വരുമ്പോൾ ഇവിടുത്തെ ബലികുടീരങ്ങളൊക്കെയാണ് ആദ്യം വരുന്നത്. ഡെഫിനറ്റ്ലി. കാരണം ജനറേഷൻ്റെ ഒക്കെ ഒരു അതെ, കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് വന്നതിന് ശേഷം അല്ലെങ്കിൽ പുരോഗമന ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ, ഇടതുപക്ഷ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ നാടക ഗാനങ്ങൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ KPSC പോലുള്ള നാടക ഗ്രൂപ്പുകൾ ഈ കമ്മ്യൂണിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയൊക്കെ തത്വശാസ്ത്രങ്ങൾ വളരെ സിമ്പിളായിട്ട് നാടകഗാനങ്ങൾ കൂടിയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ആശയധാരകളെ പോലും മലയാളി മനസ്സിലാക്കിയത്. മുന്നോട്ട് നയിക്കുന്നത്. അതെ, മലയാളി മനസ്സിലാക്കിയത് പോലും ഈ നാടകഗാനങ്ങൾ കൂടിയാണ്. അപ്പം ഈ പ്രതിരോധത്തിൻ്റെ സംഗീതത്തിൽ നാടകഗാനങ്ങൾക്ക് ഒരു മുഖ്യ പങ്കുണ്ടെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ബലികുടീരങ്ങളുടെ കുറച്ച് വരികൾ പാടാം. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ, ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ. സൂരജ് ഇപ്പം നേരത്തെ ആലായാൽ തറ വേണോ എന്ന് ചോദിച്ചു. ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ള അടിസ്ഥാനപരമായിട്ട് പ്രതിരോധത്തിൻ്റെ ഏറ്റവും അതിൻ്റെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ളൊരു സ്വഭാവം എന്ന് പറയുന്നത് സംഗീതത്തിലൂടെ എത്രത്തോളം സാധ്യമാണ് ശരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതിന്? സംഗീതം മാത്രമല്ല, കലയിൽ കൂടി ഇത് വെരി മച്ച് പോസിബിൾ ആണ്. ഈ നമ്മൾ ചോദ്യങ്ങളെ ഭയക്കേണ്ടതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഒരു ആർട്ട് ഫോം ഉണ്ടാകുമ്പോഴത്തേക്കും ഇപ്പോൾ ചോദ്യങ്ങൾ ഭയക്കേണ്ട, പക്ഷെ ചോദ്യം ചോദിക്കുന്ന ആൾക്ക് ഭയക്കേണ്ട ഒരു സ്ഥിതി നമുക്കില്ലേ? സമകാലിക ഇന്ത്യയിൽ അങ്ങനെ ഭയക്കേണ്ടതിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ അതിൽ വിറളി പൂണ്ട് നിങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി പലരും പലതും ചെയ്തു വന്നിരിക്കും. പക്ഷേ അങ്ങനെ അങ്ങ് തടയാൻ പറ്റുമോ? ചോദ്യം ചോദിക്കുന്നവരെ അങ്ങനെ തടയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ലൈക്ക് പുതിയ പാട്ടുകൾ ഉണ്ടാകുക, പുതിയ കലാരൂപങ്ങൾ ഉണ്ടാകുക, പുതിയ ആർട്ട് ഫോംസ് ഉണ്ടാകുക എന്നതിൽ കൂടി പുതിയൊരു പെർസെപ്ഷനാണ് അവർ സമൂഹത്തിന് മുന്നിലേക്ക് വയ്ക്കുന്നത്. അത് ഡിസ്കസ് ചെയ്യപ്പെടും. അത് ഡിസ്കസ് ചെയ്യപ്പെടുമ്പോൾ അവിടെ ഒരു ഡിസ്കോഴ്സ് ഉണ്ടാവും. ഈ ഡിസ്കോഴ്സുകളാണ്
ഡിസ്കോഴ്സുകൾ ഉണ്ടാവണം. ഉണ്ടാവുമ്പോൾ അത് പല രീതിയിലും അതിന് ക്രിറ്റിസിസംസ് വരാം. ചിലരതിനെ എതിർക്കാം, ചിലരതിനെ ഫോറായിരിക്കും, ചിലരതിനെ ഐ ഡോണ്ട് കെയർ എന്ന് പറയാം. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ കുറച്ച് സൂക്ഷിക്കണം. അപ്പോൾ എതിർക്കുന്നവരെ നമുക്ക് അവരോട് ആശയസംവാദനം പോസിബിൾ ആണ്. അപ്പം ഇത് രണ്ടിടത്തും ഇല്ലാത്ത ആൾക്കാരാണ്. ആർട്ടിസ്റ്റിനെ സംബന്ധിച്ച് കംഫർട്ടബിൾ സോൺ എന്നുള്ളത് വലിയൊരു വെല്ലുവിളിയല്ലേ? അതിൽ തുടർന്നു പോവുക എന്നുള്ളതാണോ പ്രശ്നം, അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്തു വരിക? അല്ല, അങ്ങനെ ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒന്നും നഷ്ടപ്പെടാൻ ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് ഇഷ്ടം. ലൈക്ക് അങ്ങനെ അത് നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ നമ്മുടെ പല പ്രിവിലേജസുകളും നഷ്ടമാവും, നമ്മുടെ പല കംഫർട്ട് സോണും നഷ്ടമാവും, നമ്മളെ പല രീതിയിൽ കാണാൻ തുടങ്ങും. പക്ഷേ കുറച്ച് പേരെങ്കിലും പല കാലങ്ങളിലായി ഈ പ്രിവിലേജ് ഉള്ള ആളുകൾ കംഫർട്ട് സോണിന് പുറത്ത് വന്നതുകൊണ്ടാണ് ഇന്ന് ഈ ലോകം ഇങ്ങനെയെങ്കിലും ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് ആളുകൾ ഇല്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്ക് പറയാം. ഇപ്പം വയലാറിൻ്റെ ഒരു കവിതയില്ലേ, രണ്ടുപേരും നേരത്തെ എന്നോട് സൂചിപ്പിച്ചേ? യെസ്, അധ്വാനത്തിൻ വിയർപ്പാണ് ഞാൻ എന്ന കവിത. മൂടിക്കെട്ടിയ മൗനമല്ല നിഴലിൻ നീലത്തടാകങ്ങളിൽ, വാടിക്കൂമ്പിയ മോഹഭംഗമലരിൻ മൊട്ടല്ല മുത്തല്ല ഞാൻ, കാടിനുള്ളിലരിച്ചു വീണ വെയിലല്ലന്തർമുഖധ്യാനമാം, കൂടിനുള്ളിലെ നിദ്രയല്ല പുലർക്കാലത്തിൻ ചുവപ്പാണു ഞാൻ. അങ്ങനെ പോവോ കവിത? എല്ലാം നമ്മുടെ അധ്വാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് കിട്ടിയ കാര്യങ്ങളാണ് എല്ലാം നിൽക്കുന്നതെന്ന് പറഞ്ഞു. നമുക്ക് ഇനി 2-3 ക്വസ്റ്റ്യൻ പുറത്തുനിന്ന് എടുക്കാൻ തോന്നുന്നു. യെസ്. ഹലോ, നമസ്കാരം. നമസ്കാരം സാർ. നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ആസ് എ കലാകാരി സാറ് എൻ്റെ വൺ ഓഫ് ദി ഇൻസ്പിറേഷനാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ എൻ്റെ ഇൻസ്പിറേഷനാണ്. ഞാൻ ക്ലാസിക്കൽ ഡാൻസ് ആണ് കലയായിട്ട് ക്ലാസിക്കലി പഠിച്ചത്. അപ്പോൾ ഞാൻ വളർന്നു വന്നപ്പോൾ ഈ ക്ലാസിക്കലിനൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ല, റിജിഡാണ്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യത്തെ അത് ബഹിഷ്കരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോഴാണ് ഈ പുതിയ വളർന്നു വരുന്ന അല്ലെങ്കിൽ ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിലനിൽക്കുന്ന കലാകാരന്മാരെ കണ്ടപ്പോഴാണ് ക്ലാസിക്കൽ ഡാൻസിന് നമുക്ക് വേറൊരു നമ്മുടെ സ്വാതന്ത്ര്യം പോലെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്നുള്ള ഒരു ചിന്ത വരുന്നത്. അപ്പോൾ അതെനിക്കൊരു ഹോപ്പ് തരുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു സംശയം എന്താണെന്ന് പറഞ്ഞാൽ, കലാകാരൻ അവരുടെ കല അവതരിപ്പിക്കുമ്പം ആസ്വാദകർ വേണമല്ലോ. പക്ഷെ നമ്മളുടെ ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളത് അവതരിപ്പിക്കുമ്പം നമുക്ക് ആസ്വാദകരില്ലാതെ വരില്ലേ? ഇപ്പം സൂരജ് സന്തോഷ് സാർ കുറേ പ്ലേ ബാക്ക് സിംഗിങ്ങും ചെയ്തിട്ടുണ്ട് ഇൻഡിപെൻഡൻറ്റിൻ്റെ കൂടെ. അപ്പം ആ പ്ലേ ബാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത്രയും കൂടുതൽ ആസ്വാദകർ കിട്ടുമായിരുന്നു. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് പ്രിവിലേജ് ഉണ്ട്, അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നു കുറച്ച് അധികം ഓഡിയൻസ് എനിക്ക് കിട്ടുന്നത്. അതില്ലാതെ ആളുകൾക്ക് കിട്ടാൻ അത് ബുദ്ധിമുട്ട് തന്നെയാണ്, അതൊരു റിയാലിറ്റി തന്നെയാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ ചിന്തിച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത്, ക്ലാസിക്കൽ കലാരൂപങ്ങളിലെ ട്രെയിനിങ് വേണ്ട എന്നൊരു അഭിപ്രായം എനിക്കില്ല. ആസ് ഇൻ അത് ട്രെയിൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്, അതൊരു പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വേറെ പോസിബിലിറ്റീസിലേക്ക് എത്താം എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ കാണാം അതിനെ. അത് ഈ റൂൾസ് ഡ്രിവൺ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ പഠിക്കുന്ന വഴി റൂളിനെ ബ്രേക്ക് ചെയ്യാനും നമുക്ക് പറ്റും. പക്ഷേ അത് മറ്റത് റൂൾ അറിഞ്ഞാലേ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സംഭവമില്ലേ? യെസ്, ആസ് യു സെഡ്, ഡിഫിക്കൽട്ടാണ്. എനിക്കതിന് സൊല്യൂഷൻ എനിക്ക് അറിഞ്ഞുകൂടാ പറയാൻ. എനിക്കും പണ്ട് ഓഡിയൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയോ സിനിമയിൽ പാടിയപ്പോഴത്തേക്കും കുറച്ച് ഓഡിയൻസിനെ കിട്ടി. പിന്നെ ഞാൻ അതുവഴി എൻ്റെ സ്വന്തം മ്യൂസിക് പാടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഐ തിങ്ക് ഒരുപാട് എന്നെപ്പോലുള്ള ആളുകളാണ് അങ്ങനെയുള്ള കൂടുതൽ ഓപ്പർച്യൂണിറ്റികളും ബാക്കിയുള്ളവർക്ക് ഒരുക്കേണ്ടതെന്നും തോന്നുന്നു. കാരണം ഈ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകൾ അവസരങ്ങൾ മറ്റുള്ളവനും കൂടി സൃഷ്ടിക്കുമ്പോഴുമാണ് ആ അനിശ്ചിതത്വത്തിന് ഒരു പരിധിവരെയെങ്കിലും എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. താങ്ക് യു. ചോദ്യങ്ങളില്ലേ ആർക്കും? ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിച്ചത് ആദ്യം ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞു. ആ ഒരു മൊമെന്റ് ഓഫ് റിയലൈസേഷൻ എപ്പോഴാണ് ഉണ്ടായത്? ഇങ്ങനെ പ്രതിരോധിക്കണം എന്നുള്ളൊരു മൊമെന്റ് ഓഫ് റിയലൈസേഷൻ എങ്ങനെയാണ്? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം.
ആ ഒരു മൊമെൻ്റ് ഓഫ് റിയലൈസേഷൻ, ആ ഒരു ഇനീഷ്യൽ റിയലൈസേഷൻ എങ്ങനെ ഉണ്ടായതെന്നായിരുന്നു ചോദിക്കാൻ ഉദ്ദേശിച്ചത്. അത് തുടക്കത്തിൽ തന്നെ ചോദിച്ചു. ഇനി ഈ സെഷനോട് അധികം ബന്ധമില്ലാത്തൊരു കാര്യമാണ്, എൻ്റെ സ്വാർത്ഥ താല്പര്യം കൂടിയാണ് ഞാനിവിടെ യൂട്ടിലൈസ് ചെയ്യാണ് ഞാൻ ഈ ഒരു അവസരം. എനിക്ക് അറിഞ്ഞുകൂടെ അത് എത്രത്തോളം പ്രോപ്പറാണ്, അപ്രോപ്രിയേറ്റ് ആണെന്നുള്ളത്. ഞാൻ മുന്നേ അറിയിച്ചിട്ടുണ്ട്, അതായത് എൻ്റെ ഒരു ഡാർക്കസ്റ്റ് ഫേസിൽ അതിന്ന് പുറത്തോട്ട് വരാൻ താങ്കളുടെ വോയിസ് എത്രത്തോളം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഞാൻ മുന്നേ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ പേഴ്സൺ എനിക്കത് പറയാനുള്ളൊരു അവസരം ഞാൻ കളയാതിരിക്കുകയാണ്. കാരണം ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് വലിയൊരു റിഗ്രറ്റ് ആവും അത്. സോ എനിക്ക് അറിയിക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഡിയറസ്റ്റ് സൂരജ് സന്തോഷ്, താങ്കളുടെ വോയിസ് എന്നെ അത്രയും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു ഡാർക്ക് ഫേസിൽ നിന്ന് പുറത്തോട്ട് വരാൻ. അത് ഇപ്പം പറയുമ്പോൾ ഭയങ്കര ക്ലീഷേ ക്രിഞ്ചൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ എൻ്റെ ലൈഫിൻ്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് താങ്കളുടെ വോയിസ് അത്രയും ഒരു മാജിക്കൽ ടച്ച് ഉണ്ട് എൻ്റെ ലൈഫിൽ. ആൻഡ് ആസ് എ പേഴ്സൺ അറിയില്ല, പക്ഷെ താങ്കളുടെ എക്സിസ്റ്റൻസ് എൻ്റെ എക്സിസ്റ്റൻസിന് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ യു ആർ ഓൾവേസ് ലവ്ഡ് ആൻഡ് വാല്യൂഡ്. സോ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഒരു ചെറിയ റിക്വസ്റ്റ്, തല്ലരുത്, ഒരു ചെറിയ റിക്വസ്റ്റ് പറയാണ്. തനിയെ മിഴികളിലെ ഇല്ല, പാടാൻ കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. താങ്ക് യു. ഞാൻ അതിന് പാടുന്നതിന് മുന്നേ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേർഡ്സ് പറഞ്ഞതിന് ഒരുപാട് താങ്ക് യു. കാരണം അത് തന്നെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ആർട്ടാണ് അതിന് ഉത്തരവാദി, ആർട്ടിസ്റ്റ് അല്ല. ആർട്ടാണ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ടത്, ആർട്ടിസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അത് നിങ്ങൾക്ക് ഒരു ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് ആശ്വസിച്ചുകൊള്ളൂ. അപ്പം എനിക്കും ആശ്വാസം കിട്ടുന്ന കുറച്ച് മേഖലകളുണ്ട്. അപ്പോൾ എനിക്ക് ട്രൂലി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഫീലിംഗ്. അപ്പം താങ്ക് യു സോ മച്ച്. പേരൊന്ന് പറയുക സൂരജ്, അത് എന്നും മനസ്സിൽ സൂക്ഷിക്കുക പേര്. എൻ്റെ പേര് നിഖിത. നിഖിതയുടെ മെസ്സേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, ഞാനിത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ TP രാജീവേട്ടൻ, സാധാരണ ഇവിടെ കോഴിക്കോട് ഒരു സാഹിത്യോത്സവം നടന്നാൽ അദ്ദേഹം ഉണ്ടാവേണ്ടതാണ്. ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിട്ടൊരു സ്റ്റാറ്റസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കവിതയാണ്, സോപാനം എന്ന് പറഞ്ഞ കവിതയിലെ ഒരു 2 വരി. ആരോ പാടിക്കോട്ടെ, എങ്ങോ പാടിക്കോട്ടെ, എന്തോ പാടിക്കോട്ടെ, കണ്ണ് നിറഞ്ഞാൽ പോരെ. അപ്പം ഞാനിത് കേട്ടപ്പോൾ അതാണ് ഞാൻ ഓർത്തത്. ഞാൻ അതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് ഉപകാരപ്പെട്ടു. കണ്ണെന്ന് പറയാൻ നമുക്ക് പല ഫീലിങ്സ് ഉണ്ടാവും കേട്ടോ. ഇത് ഈ ആർട്ട് എന്ന് പറയുന്നത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിനേക്കാളും നമ്മളത് ഫീൽ ചെയ്യപ്പെടേണ്ട ഒരു വസ്തുതയാണ്. അണ്ടർസ്റ്റാൻഡിങ് പാർട്ട് അതിന് ശേഷമാണ് വരുന്നത്. ആദ്യം അത് ഫീൽ ചെയ്യണം. ഒരു ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ. യെസ്, അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. അത് നമ്മൾ ഹിന്ദി പാട്ടൊന്നും കേൾക്കുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടല്ല, എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. അപ്പം അത് പോകുന്ന പോക്കിലുള്ളൊരു നമ്മുടെ കൂടുതൽ ശ്രമം അതിലിടുമ്പോൾ നമ്മൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നു. പക്ഷെ അത് ഫീൽ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ. ഗസൽ ഉറുദാണ്, ഞാൻ നന്നായി ഗസൽ കേൾക്കുന്ന ആളാണ്. എനിക്കിപ്പോഴും അറിയില്ല അതിൻ്റെ അർത്ഥങ്ങളൊന്നും. സനീഷ് അറിയും, ഞാൻ ഗസൽ ഒരുപാട് കേൾക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഹിന്ദി സംസാരിക്കാനൊന്നും പോലും അറിയില്ല. സംസാരിക്കാനും അറിയില്ല, എഴുതാനും വായിക്കാനും അറിയാം, പക്ഷെ എനിക്ക് അറിയില്ല, ഹിന്ദി അറിയില്ല. അപ്പം ഈ ആർട്ട് നിനക്ക് ബിയോണ്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സംഗീതം എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് ബാരിയറും വേണ്ടാത്തൊരു കാര്യമാണ്. ഇറ്റ്സ് ആൻ യൂണിവേഴ്സൽ ലാംഗ്വേജ്. അപ്പം അത് സംവദിച്ചോളൂ. എപ്പോഴും സൂരജിന് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംവദിക്കാൻ കൂടുതൽ 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 സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സനീഷ്, താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങാം, അവസാനിപ്പിക്കാം. സനീഷ് നല്ലൊരു പാട്ടുകാരനാണ് കേട്ടോ. അകതാരിലീ ചെറുതേങ്ങൽ മാഞ്ഞിടും തിരിനീട്ടുമേ കുളിരോർമകൾ തിരികെ വരും. ഇരവാകവേ പകലാകവേ കവിളത്തു നിന്റെ ചിരി കാത്തിടാൻ ഇതുവഴി ഞാൻ തുണയായി വരാം. ഇനിയെന്നുമേ കുടനീർത്തിടാം, തണലേകിടാം. ഒരു നല്ല നേരം വരവേറ്റിടാം. കുഞ്ഞോമൽ
മായേണം. ഒരുമിച്ച് പാടാം. നെഞ്ചോരം കുന്നോളം ഓർക്കെ. കനവുകളും ഒരു പിടി കാവലായി വഴി തേടണം. ഒരു മാരിവിൽ ചിറകേറണം. ആശതൻ തേരിതിൽ പറന്നുവാനിൽ നീ ഉയരണം. ഇടനെഞ്ചിലെ മുറിവാരണം. ഇരു കണ്ണിലും മിഴിവേകണം. നന്മകൾ പൂക്കുമീ പുലരി തേടി. നിങ്ങളെല്ലാവരും ഒഴുകണം. താങ്ക് യു. താങ്ക് യു സോ മച്ച് ഇത്രയും നേരം കേട്ടിരുന്നതിന്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുരജ്.